അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ശേഷം ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒന്നുകൂടി ഒന്ന് ഏറ്റുമുട്ടാൻ പോവുകയാണ്. മറ്റെങ്ങുമല്ല, സ്റ്റാർ സിംഗർ സീസൺ 9 രണ്ടുപേരും ഇതാ അതിഥികളായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ജിൻഡോ മച്ചാന്റെ എൻട്രിയാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ മാസ് ലുക്കിൽ കയറി വരുന്നുണ്ട്. നമ്മുടെ വിധു പ്രതാപ് ജിൻഡോ മച്ചാന് മാരക എൻട്രിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നേരെ വന്നിട്ട് ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നത് വിധു പ്രതാപിന്റെ നമ്മുടെ കോൺവെന്റ് സ്കൂളിനെയാണ്. അതുപോലെ തന്നെ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്നത് സിത്താരയുടെ ഗുരുകുലം സ്കൂളിനെയാണ്. സ്റ്റാർ സിംഗർ സീസൺ 9 നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ തന്നെ 2 ടീമുകളായിട്ടാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ജിൻഡോ മച്ചാന്റെ ഒരു പാട്ട്, പൊന്നിൽ കുളി വന്ന ചന്ദ്രിക വസന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡോ മച്ചാൻ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ജാസ്മിൻ ഇതൊക്കെ എപ്പോ പഠിച്ച്, ഇതൊക്കെ എവിടെന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൽ എങ്ങനെയുണ്ടായിരുന്നു, ബിഗ് ബോസിൽ രണ്ടുപേരും തമ്മിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ജിൻഡോ അവിടെ കിടന്ന് ഇങ്ങനെ പൊള്ളുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ജാസ്മിൻ മതി 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 അധികം പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ അപ്പൊ തന്നെ ഇടയിൽ കയറുന്നുണ്ട്. എന്തൊക്കെയായാലും അടിപൊളിയാണ്. രണ്ടുപേരും ഇതാ പാട്ടിന്റെ വേദിയിൽ ഒന്നുകൂടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണ് ഈ ഒരു കാര്യം. കാരണം സീസൺ 5 അവസാനിച്ച സമയത്ത് ശോഭ വിശ്വനാഥിനെയും അഖിൽ മാരാറിനെയും ഇതുപോലെ സ്റ്റാർ സിംഗർ സീസൺ 8 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് അവസാനിച്ചപ്പോൾ സ്റ്റാർ സിംഗർ സീസൺ 9 ഇതാ ജിൻഡോയെയും ജാസ്മിനെയും കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഏഷ്യാനെറ്റിന്റെ കോൺട്രാക്ട് ആണ്. ഇനി അടുത്ത കൊല്ലം അടുത്ത ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇവർ കോൺട്രാക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും മറ്റ് ഏതൊരു കണ്ടസ്റ്റന്റ് ആയാലും പോകണം. അതുകൊണ്ട് തന്നെ ഇനി ഏഷ്യാനെറ്റിൽ വരുന്ന സകല പരിപാടികളിലും ഇവരൊരു സജീവ സാന്നിധ്യമായിട്ട് ഇവർക്കൊപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. കാരണം സീസൺ 5 ശേഷം അഖിൽ മാരാറും ഫാമിലിയൊക്കെ ഏഷ്യാനെറ്റിന്റെ ഒപ്പം വിഷു ആഘോഷിച്ചു. അതുപോലെ തന്നെ ഒരു ബോട്ട് യാത്ര ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്റ്റാർ സിംഗറിന്റെ ഒരു അസറ്റാണ്. കാരണം ബിഗ് ബോസ് എത്തുന്ന സമയത്ത് സ്റ്റാർ സിംഗർ ഏതൊരു സീസൺ എത്ര വലിയ ഒരു ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് മാറിക്കൊടുക്കും ബിഗ് ബോസിന് വേണ്ടി. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ എൻട്രി സ്റ്റാർട്ടിങ് എല്ലാത്തിലും സ്റ്റാർ സിംഗറിലെ താരങ്ങളുടെ വകയോ അല്ലെങ്കിൽ സ്റ്റാർ സിംഗറിലെ നമ്മുടെ സിത്താര, വിധു പ്രതാപ് ഇവരുടെ വകയൊക്കെ ഒരു പാട്ട് ഉണ്ടാവും. ഈ ഒരു സീസണിന്റെ എൻഡിങ്ങിലും ഇവർ പാട്ട് പാടി കണ്ടസ്റ്റൻസിനെ ഉണർത്താൻ വന്നതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതുകൊണ്ട് തന്നെ സ്റ്റാർ സിംഗറും നമ്മുടെ ബിഗ് ബോസും തമ്മിൽ ഒരു വല്ലാത്തൊരു ബന്ധമാണ്. എന്തൊക്കെയാണെങ്കിലും ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഏഷ്യാനെറ്റിന്റെ ഭാഗമായി തന്നെ ജിൻഡോയെയും ജാസ്മിനെയും പ്രതീക്ഷിക്കാം. ബിഗ് ബോസിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്